അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കോട്ടയത്ത് നിന്ന് കുമരകം പോകുമ്പം ചെങ്ങളം കഴിയുമ്പം വയലോരം ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ് ഒരു ഷാപ്പോട് കൂടിയ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നമ്മളവിടെയാണ് വന്നിരിക്കുന്നത്. ഷാപ്പാണ്, അവിടുത്തെ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റും കൂടിയുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്, കഴിക്കാനായിട്ട് കയറുകയാണ്. ഇവിടെ നല്ല ആംബിയൻസ് ഉള്ളതാണ്. നമ്മൾ വന്ന സമയം സന്ധ്യ ആയതുകൊണ്ട് നല്ല രസമാണ്, ലൈറ്റൊക്കെ ഇട്ട് നല്ല ഒരു ഭംഗിയോട് കൂടിയാണ്. ഒട്ടനവധിയായ ആളുകൾ ഇവിടെ കഴിക്കാനായിട്ട് വരുന്നുണ്ട്. കള്ളുമുണ്ട്, അതുപോലെ തന്നെ നല്ല ഒന്നാന്തരം ആ ഫുഡും ഇവിടെ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും അവിടുത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ ഇവിടെ ഓർഡർ ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പം ഒരുപാട് ടേബിളൊക്കെ ഇട്ടിരിക്കുന്ന പല സെക്ഷനായിട്ടാണ് ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും അവർ തിരിച്ചിരിക്കുന്നത്. പുറകിലേക്ക് പോകുന്നതാണെങ്കിൽ ഒരു പുറവശത്ത് കണ്ടം, അതിനിപ്പുറത്തായിട്ടാണ് ഓരോ മുറി പോലെ തിരിച്ച് അവിടെ ടേബിളും അതുപോലെ ചെയറും ഇട്ടിട്ടുണ്ട്. ഫാമിലിയായിട്ട് വന്ന ആളുകൾ ഒത്തിരി പേര് ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾ വന്ന് കള്ളും ഒക്കെ വാങ്ങി കഴിച്ചിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഇവിടെയുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഓർഡർ ചെയ്യാനായിട്ട് ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഞാനും വേറെ ഫ്രണ്ടും കൂടെ മാത്രം വന്നതുകൊണ്ട് നമുക്കധികം സാധനം മേടിച്ചില്ല. നമ്മൾ കപ്പ വേവിച്ചത് മേടിച്ച്, അതുപോലെ തന്നെ ഇത് ചെമ്മീൻ റോസ്റ്റ്, പിന്നെ പൊറോട്ട മേടിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊറോട്ടയ്ക്ക് കൂന്തൽ, ഇത്ര സാധനമാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. പിന്നെ ഗ്രേവി ആയിട്ടുള്ള ഐറ്റം മേടിച്ചിട്ടുണ്ട്. നല്ല ഒന്നാന്തരം ചെമ്മീൻ റോസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നല്ല ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റാണ് ആ ചെമ്മീൻ റോസ്റ്റും. അതുപോലെ തന്നെ കപ്പ വേവിച്ചതും പൊറോട്ടയും അതുപോലെ കൂന്തലും നല്ല ഫുഡാണ് കേട്ടോ. നമുക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, ഇവിടം വരെ വന്ന് കഴിക്കണം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ്. എന്തായാലും ഈ വയലോരം ഫാമിലി റെസ്റ്റോറൻറ്റിലെ ഫുഡ് നല്ല ഒന്നാന്തരം ഫുഡാണ്, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ബീഫ് റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ്, അല്ല ചെമ്മീൻ റോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാന്തരം നമുക്ക് നല്ല എരിവും അതോടൊപ്പം തന്നെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇപ്പോൾ കപ്പയ്ക്കകത്ത് ഗ്രേവി ഒന്നും ഒഴിക്കാതെ ആ കപ്പ എടുത്ത് ചെമ്മീൻ റോസ്റ്റിനകത്ത് മുക്കി ചെമ്മീനോട് കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ പൊറോട്ടയ്ക്ക് നമ്മളിപ്പോൾ തൽക്കാലം മേടിച്ചിരിക്കുന്നത് കൂന്തലാണ്. കൂന്തൽ നമ്മൾ ഫ്രൈ ആയി മേടിച്ചിരിക്കുന്നത്. പക്ഷേ അത് കൂന്തൽ കറിയായിട്ട് നമുക്ക് കിട്ടും. അതാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കും. നമുക്കത് ഗ്രേവി ആയിട്ട് എടുക്കാനായിട്ട് നമ്മൾ വേറെ മേടിച്ചിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒന്നും കൂടി നമ്മൾ ലൊക്കേഷൻ പറയുകയാണ്. ഞങ്ങൾ കോട്ടയത്ത് നിന്ന് കുമരകം പോകുമ്പോൾ നമ്മൾ ചെങ്ങളം കഴിഞ്ഞ് ചെങ്ങളത്തിനും കണ്ണാടിച്ചാലും എന്ന് പറയുന്ന സ്ഥലത്തിനടിക്ക് റോഡ് സൈഡിൽ തന്നെയാണ്. നമുക്ക് റൈറ്റ് സൈഡാണ്. അങ്ങോട്ട് കുമരകം പോകുമ്പോൾ റൈറ്റ് സൈഡ്, കുമരകത്തിൽ നിന്ന് തിരിച്ച് കോട്ടയത്തേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ്. അപ്പം ഇതാണ് കൂന്തൽ നല്ല രീതിയിൽ അവർ മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കത് നല്ല ടേസ്റ്റിയുള്ള ഫുഡാണ് കൂന്തൽ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ വന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെല്ലാവരും വരിക, കഴിക്കുക. നല്ല ഫുഡാണ്. അതോടൊപ്പം നല്ല ഒന്നാന്തരം കള്ളും കിട്ടും. നല്ല രീതിയിൽ നമുക്ക് ആസ്വദിച്ച് കഴിച്ചു പോകാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും നമ്മളൊന്നും കൂടി എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം ഒട്ടനവധിയായ മറ്റു വീഡിയോകൾ നമ്മൾ പുറകെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും മേടിച്ച് കഴിക്കുക. ഒരുപാട് ഐറ്റം, വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫുഡ് ഇവിടെയുണ്ട്. അപ്പം നമുക്കിഷ്ടപ്പെട്ട സാധനം നമ്മൾ മേടിച്ച്, അതുപോലെ കയ്യിലെ കാശനുസരിച്ചാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മറ്റ് വിശേഷങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കാണിച്ചിരിക്കുന്നതായിരിക്കും. അപ്പം ഇതോടൊപ്പം തന്നെ നമ്മുടെ പേജും ഫോളോ ചെയ്ത് പോകണം. വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് പോകണം.